സീറോ മലബാർ സഭയിലെ സ്ഥിരം സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പുമാർ മെയ് ആദ്യ ആഴ്ച വത്തിക്കാനിലേക്ക് പോകും. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട കുർബാനയർപ്പണ, ഭൂമി വിൽപ്പന വിവാദങ്ങൾ നിലനിൽക്കെയാണ് സ്ഥിരം സിനഡ് അംഗങ്ങളായ ആർച്ച് ബിഷപ്പുമാർ വത്തിക്കാനിലേക്ക് പോകുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജോസഫ് പാംപ്ലാനി, മാർ ജോസഫ് പെരുന്തോട്ടം, മാർ മാത്യു മൂലക്കാട്ട് എന്നിവരാണ് വത്തിക്കാനിൽ മെയ് 4-ന് ക്രമീകരിച്ചിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക. ഭൂമി വിൽപ്പന വിവാദം ചർച്ച ചെയ്ത വത്തിക്കാൻ അതിൽ നേരിട്ട നഷ്ടം നികത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സിനഡ് നിർദ്ദേശിച്ച അൾത്താര അഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാനായിട്ടില്ല. ഏകീകൃത കുർബാന സഭ മുഴുവനും അർപ്പിക്കണമെന്ന് വത്തിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതിരൂപതയിലെ വൈദികർ അത് പൂർണ്ണമായും നിരസിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദൈവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക കത്തീഡ്രൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ഥിരം സിനഡ് അംഗങ്ങൾ വത്തിക്കാനിലേക്ക് പോകുന്നത്. സീറോ മലബാർ സഭയിലെ നിലവിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന.